നമ്മളൊരു സ്ഥലത്തെ നോക്കി ഒരു രാജ്യം, സംസ്ഥാനം, ഒരു ജില്ല, അല്ലെങ്കിൽ ഒരു ഗ്രാമം, ഒരു സിറ്റി എന്നൊക്കെ പറയുന്നത് അവിടെ ഒത്തിരി ആളുകളുണ്ട്, അവരെല്ലാം കൂടെ ചേർത്താണ്. അതുപോലെ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ഒരു ഗ്രാമത്തിൻ്റെയോ ഒരു ഏറ്റവും ചെറിയ പതിപ്പാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഇപ്പോഴത്തെ കുടുംബങ്ങളൊക്കെ വളരെ ചെറുതാണ് എങ്കിൽ പോലും മുമ്പുണ്ടായിരുന്ന കുടുംബങ്ങളൊക്കെ വലിയ കുടുംബങ്ങളായിരുന്നല്ലോ പണ്ട് താമസിച്ചിരുന്നു, ഒരുമിച്ച് ചേർന്ന്. ജോയിൻറ്റ് ഫാമിലി എന്നൊക്കെ നമ്മൾ പറയും, കൂട്ടുകുടുംബം എന്നൊക്കെ പറയും. അങ്ങനെ ജീവിച്ചിരുന്നത്. നമ്മളിന്ന് രാവിലെ വായിച്ച സങ്കീർത്തനത്തിൽ പറയുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവും. എല്ലാവരും ഓർക്കണം, നമുക്കത് സഭയിലുള്ള സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാണെന്ന് പറയാൻ തെറ്റൊന്നുമില്ല. എന്നാൽ അതുപോലെ തന്നെ കുടുംബത്തിലുള്ള സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നതും ശുഭവും മനോഹരവുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു കാര്യം പറയാം. നമുക്ക് വളരെ ലളിതമായിട്ട് ഈസിയായിട്ട് ക്ഷമിക്കാൻ കഴിയുന്നത് നമ്മുടെ ചുറ്റുപാടുള്ളവരോടാണ്. ദൂരെയുള്ളവരോടോ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരോടോ ഒക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. എന്നാൽ നമുക്ക് ഏറ്റവും അധികം ക്ഷമിക്കാൻ കഴിയാതെ പോകുന്ന ആരോടാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരോടാണ്. ഒരു പക്ഷേ ഭാര്യയോടായിരിക്കാം, ഒരു പക്ഷേ ഭർത്താവിനോടായിരിക്കാം, ഒരു പക്ഷേ നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരങ്ങളോടായിരിക്കാം നമുക്ക് ഏറ്റവും അധികം ക്ഷമിക്കാൻ കഴിയാതെ വരുന്നത്. അതങ്ങനെ വരുമ്പോഴാണ് ഇന്ന് സഹോദരങ്ങൾ തമ്മിലുള്ള കുടുംബങ്ങളെല്ലാം എത്രയോ കേസുകളാണ് കോടതിയിൽ കിടക്കുന്നത്. അതിനുവേണ്ടി തന്നെ കുടുംബ കോടതികൾ എത്രയോ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം വളരെ വഷളായി പോകുന്നത് കൊണ്ടാണ്. ഈ അതിർത്തി തർക്കം കൂടുതലും ഉണ്ടാകുന്ന അയൽവക്കക്കാരുമായിട്ടൊന്നുമല്ല. അതിർത്തി തർക്കം, വസ്തു തർക്കം, ഇതൊക്കെ ഉണ്ടാകുന്നത് സ്വന്തം സഹോദരങ്ങൾ തമ്മിലാണ്. അതുകൊണ്ട് ഒരു പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന നമുക്കാർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും ബാധകമല്ല എന്നാരും ചിന്തിക്കേണ്ട. ഒരു പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാവുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഇനി ഭാവിയിലുണ്ടായേക്കാം, മക്കൾ തമ്മിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ആ ശത്രുവിൻ്റെ പോരാട്ടത്തെ നമ്മൾ തിരിച്ചറിയുകയും അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഉടനെ വഴി ചില സൈൻ ബോർഡുകളൊക്കെ കാണും. അതായത് അവിടെ ഒരു ഹമ്പുണ്ട്, അവിടെ ഒരു ബമ്പുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പാലമുണ്ട് എന്നൊക്കെയുള്ള ബോർഡുകൾ, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ യു ടേൺ അല്ലെങ്കിൽ പി ടേൺ ഒക്കെ ഉണ്ടെന്നൊക്കെ ചിലപ്പം അവിടെ ബോർഡുകൾ കണ്ടേക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു ബോർഡ് വെച്ചാൽ പോരെ? ഒരു പാലം ഉണ്ടെന്നുള്ളതിന് പാലം കഴിഞ്ഞിട്ട് ബോർഡ് വെച്ചാൽ പോരാ. അപകടങ്ങളെ നമ്മൾ മുമ്പേ തന്നെ കണ്ടിരിക്കണം. പലപ്പോഴും ദൈവസഭയിൽ ഇതുപോലെയുള്ള അപകടങ്ങളെപ്പറ്റി പ്രസംഗിക്കാറില്ല. കാരണം നമ്മൾ ഭയങ്കര പ്രത്യാശയും ധൈര്യവുമുള്ളവരാണല്ലോ. അതുകൊണ്ട് ഇതൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും നമ്മുടെ സഭയിൽ. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ അധികം അറിയുന്നവരായിരിക്കണം. ശത്രുവിൻ്റെ, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിന് വസിക്കാനുള്ള, ദൈവം വസിക്കുന്ന ഭവനങ്ങളായിരിക്കണം, സ്ഥലങ്ങളായിരിക്കണം. കുടുംബങ്ങളിൽ ദൈവം തന്നെ വസിക്കട്ടെ. ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ കാണിച്ചു തരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ നിർദ്ദേശങ്ങളല്ല. അങ്ങനെ നിർദ്ദേശിക്കത്തക്ക അറിവോ പക്വതയോ പരിചയമോ ഒന്നും എനിക്ക് ഇവിടെ ഇരിക്കുന്ന പലരെയും അപേക്ഷിച്ച് ഇല്ല. എന്നാലും തിരുവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചത് ആദാമിനെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. ആദാം നല്ലൊരു ഇടയനായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കാവൽക്കാരനായിട്ടോ ഒക്കെ ജീവിക്കുമായിരുന്നു. എന്നാൽ ദൈവം നോക്കിയപ്പോൾ ആദാം ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം ആദാമിനെ ഒരു കുടുംബമാക്കി മാറ്റി. ദൈവം അവർക്ക് എല്ലാ അധികാരങ്ങളും കൊടുത്തു. ഏദൻ തോട്ടത്തിലെ പറുദീസ അല്ലെങ്കിൽ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സ്വർഗത്തിലെ അധികാരമായിരുന്നു, എല്ലാ അധികാരങ്ങളും കൊടുത്തു. അവർ വളരെ സസന്തോഷം അവിടെ ജീവിച്ചു വരികയായിരുന്നു. അധികാരങ്ങളെല്ലാം ദൈവം കൊടുത്തത് പിശാചിനോ മൃഗങ്ങൾക്കോ ലോകത്തുള്ള മറ്റെന്തിനോ അല്ല, മരങ്ങൾക്കോ ഒന്നും അല്ല. അധികാരം കൊടുത്തത് മനുഷ്യർക്കാണ്. ആദാമിനോ ഹവ്വായ്ക്കുമായിരുന്നു ദൈവം എല്ലാ അധികാരം, ഈ ഭൂതലത്തെ മുഴുവൻ വാഴാനുള്ള അധികാരം. വാഴുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെയിൻ ഓവർ, അങ്ങനെയുള്ള ഒരു അധികാരമായിരുന്നു ദൈവം ആദാമിനും ഹവ്വായ്ക്കും ഏദൻ തോട്ടത്തിൽ വെച്ച് കൊടുത്തത്. എന്നാൽ എന്ത് സംഭവിച്ചു? കുറച്ചുനാൾ കഴിഞ്ഞുടനെ ആദാമും ഹവ്വായും കൂടെ ചേർന്ന് ആ അധികാരമെല്ലാം ഒരാൾക്ക് വിറ്റു. ആർക്ക് വിറ്റു? പിശാചിന് വിറ്റു. അന്നു മുതൽ ലോകത്തിൻ്റെ അധികാരം ആരുടെ കയ്യിലാണ്? പിശാചിൻ്റെ കയ്യിലാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ അധികാരം ആരുടെ കയ്യിലാണ്? പിശാചിൻ്റെ കയ്യിലാണ്. നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ധൈര്യസമേതം പിശാച് വന്ന് പറഞ്ഞത്, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാനിത് മുഴുവൻ നിനക്ക് തന്നേക്കാമെന്ന്. ആരോടാ പറഞ്ഞത്? ഈ സകല ചരാചരങ്ങളെയും ചമച്ച സർവശക്തനായ ദൈവത്തോട് പിശാച് പറയാണ്, ഇതെല്ലാം എൻ്റേതാണ്. കാരണം നീ ഏൽപ്പിച്ച ആളുകൾ അതെല്ലാം എനിക്ക് തന്നു, അതുകൊണ്ട് ഇതെല്ലാം എൻ്റേതാണ്. കുടുംബങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്. കുടുംബങ്ങളിലെ സമാധാനം, കുടുംബത്തിലെ ഐശ്വര്യം എല്ലാം അവിടെ തന്നെയുള്ള ചിലർ പിശാചിന് തീറെഴുതി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ആ കുടുംബം ആരുടേതാണ്? പിശാചിൻ്റെതായി മാറുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വസിക്കാവുന്ന ഒരു ഭവനം. ദൈവം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഒരു ഭവനത്തിൽ വസിക്കാനാണ്.
ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഭവനങ്ങളിൽ വസിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഭവനത്തിൽ വസിക്കാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. പലരും വിചാരിക്കുന്നത് ദൈവം പള്ളിയിലാണ് വസിക്കുന്നതെന്ന്. ദൈവം പള്ളിയിൽ വസിക്കുന്നതേ ഇല്ല. ചിലർ വിചാരിക്കുന്നത് ദൈവം വിഗ്രഹങ്ങളിലാണ് വസിക്കുന്നതെന്ന്. നമ്മൾ ഏതെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചു, ഒരു പ്രതിമ ഉണ്ടാക്കി ഇവിടോട്ട് വെച്ചു, എന്തെങ്കിലും ഒരു സാധനം, ഒരു പ്രതിമയാണെന്നിരിക്കട്ടെ, കുറേ പേരെല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ചുറ്റും നിന്ന് തുള്ളിച്ചാടി ദൈവം വന്നിരിക്കുകയാണ്, ഇതിൽ ദൈവം വന്നിരിക്കുകയാണ്, ഇതാണ് ഇനി ദൈവം എന്ന് പറഞ്ഞു, അങ്ങനെ വിശ്വസിക്കുന്നു ഇതാണ് ദൈവമെന്ന്. പിന്നെ എല്ലാവരോടും പറഞ്ഞു ദൈവം അവിടെ ഉണ്ട്, അതുകൊണ്ട് അതാണ് ദൈവം. അപ്പോൾ ആ ദൈവം അതാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. ഏതെങ്കിലും ഒരു വിഗ്രഹം അവിടെ കൊണ്ട് കുടിയിരുത്തുക എന്നൊക്കെ പറയത്തില്ലേ, ദൈവത്തെ പുനഃപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ അവിടെ കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുള്ള ഏത് മനുഷ്യൻ ചിന്തിക്കാം, അങ്ങനെ മനുഷ്യർ പറഞ്ഞാൽ വന്നിരിക്കുന്ന ഒരു ശക്തിയാണോ ഈ ദൈവം എന്ന് പറയുന്നത്? ദൈവത്തോട് പറയാം ഇവിടെ വന്നിരിക്കാൻ, മനുഷ്യർ പറയുക. അപ്പോൾ ദൈവം അവിടെ വന്ന് പാവം, അയ്യോ എന്നെ ഇവിടെ കെട്ടിയിട്ടു അവിടെ വന്നിരിക്കുക. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയും ദൈവം അങ്ങനെ ഇരിക്കുന്നില്ല. അപ്പോൾ അവിടെ ദൈവം ഉണ്ടോ? അവിടെ ദൈവം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അവിടെ കാര്യങ്ങൾ നടക്കുന്നോ? കാര്യങ്ങൾ നടത്താൻ വേറെ പലർക്കും കഴിയുമല്ലോ. അതുകൊണ്ട് അങ്ങനെ മനുഷ്യൻ്റെ ചിന്താഗതി ദൈവത്തെപ്പറ്റിയുള്ള വളരെ ലിമിറ്റഡായി പോയി. ദൈവം ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിലോ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ഒരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ നല്ല മനോഹരമായ ഒരു പള്ളിക്കകത്തോ ദൈവത്തെ പൂട്ടിയിടാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കാനാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നല്ല രാക്ഷസന്മാരും സിനിമ ടി വിക്കകത്തോടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന പിശാചുകളൊക്കെയാണ് പല വീടുകളിലും വസിക്കുന്നത്. ദൈവത്തിന് വീടുകളിലെ സ്ഥാനം നഷ്ടപ്പെടുന്ന ഏതിലാണെന്നറിയാമോ? പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ടി വി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൈബിളിലില്ല അങ്ങനെ. എന്നാലും ഞാൻ വിശ്വസിക്കുന്നത് ദൈവപ്രവൃത്തി ഭവനങ്ങളിൽ നടക്കുന്നതിന് ഏറ്റവും തടസ്സം ഈ ഒരു കഴിഞ്ഞ 30-50 വർഷങ്ങൾക്കിടയിലുണ്ടായത് ഒന്ന് ടി വി, മറ്റൊന്ന് ഇൻ്റർനെറ്റ്. അതെല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ല, എല്ലാവരെയും ബാധിക്കുന്നില്ല. ഇനി മറ്റൊന്നുണ്ട്, ഫോണിൽ കൂടിയും പിശാച് കടന്നു വരാം. ഇങ്ങനെ ദൂരെ നിന്ന് എന്തുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്, കേബിള് വയർലെസ് ഒക്കെ കണക്ഷൻ എവിടെ ഉണ്ടോ അതിലെല്ലാം പിശാച് കയറി വരിക ഭവനങ്ങളിലേക്ക്. എന്നാൽ ദൈവം ഇഷ്ടപ്പെടുന്നത് ഈ ഭവനത്തിൽ വസിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ഭവനങ്ങളെ ഏറ്റവും അധികം പാവനമായിട്ട് സൂക്ഷിക്കണം. പള്ളികളെ അല്ല പാവനമായിട്ട് സൂക്ഷിക്കേണ്ടത്, ഭവനങ്ങളെയാണ് പാവനമായിട്ട് സൂക്ഷിക്കേണ്ടത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഭവനം എന്ന് പറയുമ്പോൾ വലിയൊരു വീടോ ഒരു വലിയ സെറ്റപ്പോ ഒന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. അവിടെ കുറച്ചുപേരെ ഒരുമിച്ച് ഐക്യതയിൽ താമസിക്കുന്ന സ്ഥലം, അതാണ് ഭവനം അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൽ എത്ര പേര് കൂടുതലുണ്ടെങ്കിലും എത്ര പേര് കുറവാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവിടെ ഐക്യതയോടെയോ സ്നേഹത്തോടെയോ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവം വസിക്കുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭവനങ്ങളെ ഏറ്റവും അധികം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ പത്രങ്ങളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഭവനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഭവനങ്ങളിൽ നടക്കുന്നത്. അതായത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, മൃഗീയമായിട്ട് കൊല്ലുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, മാതാപിതാക്കളുടെ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ കുടുംബത്തിൽ ഇതൊന്നും ഇല്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. റാന്നിയിൽ നടന്ന ഒരു സംഭവത്തിൽ അവിടെ റാന്നിയിലുള്ള നാട്ടുകാരൊക്കെ പറയുന്ന 2 പിള്ളേരെ കൊന്ന ആള് അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളവനെ അല്ലെന്നാണ് പറയുന്നത്. അവൻ്റെ സ്വഭാവം കണ്ടാൽ അവൻ ഇതുവരെ ജീവിച്ചത് നോക്കിയാൽ അവൻ അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ലെന്നാണ് പറയുന്നത്. പക്ഷെ പിശാച് ഒരു മനുഷ്യനിലേക്ക് കയറിയാൽ അവനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും. കൊലപാതകമല്ല, ഏത് ഹീനമായ കൃത്യവും ചെയ്യിപ്പിക്കും. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തടഞ്ഞു നിർത്തുക തന്നെ വേണം. സമാധാനമായിട്ട് പോകുന്ന കുടുംബങ്ങളിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പിശാച് കയറി വരുന്നത്, പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ഓർക്കണം, ദൈവമാണ് ഭവനത്തിൽ വസിക്കുന്നത്. ദൈവത്തിന് വസിക്കാൻ കഴിയാത്ത വിധം ഭവനങ്ങളെ നമ്മൾ അടച്ചിട്ടാൽ, ഭവനങ്ങളെ നമ്മൾ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ദൈവസാന്നിധ്യം ഭവനത്തിൽ ഇല്ലാതാകും. ദൈവസാന്നിധ്യം ഇല്ലാതായാൽ പിന്നെന്താണ് അവിടെ ഉള്ളത്? പിശാചിൻ്റെ ശക്തിയായിരിക്കും. പിശാച് മനുഷ്യരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും. ഞാൻ പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ അല്ല പറഞ്ഞത്, പക്ഷേ ദീസ് ആർ റിയാലിറ്റീസ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. നമ്മളാരും സേഫ് അല്ല, നമ്മളാരും പ്രൊട്ടക്റ്റഡ് അല്ല. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളെ ദൈവസ്നേഹത്തിൽ നിറച്ചു നിർത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വേദപുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ, 2 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കുടുംബനാഥന് അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ആളിന് വേണ്ട ചില യോഗ്യതകൾ. 2, കുടുംബത്തിലെ മക്കൾ എങ്ങനെ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒരുമിച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെപ്പറ്റി ഉള്ള ചില കാര്യങ്ങളായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഭവനത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു ദൈവിക ക്രിസ്തീയ കുടുംബത്തിൽ ദൈവവചനം ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ദൈവവചനം. ഞാൻ കത്തോലിക്കരെ കുറ്റം പറയുന്നില്ല, അവർക്ക് അങ്ങനെയാണ് അവരുടെ വിശ്വാസം. കത്തോലിക്കരൊക്കെ ഒരു വീട് പുതിയതായിട്ട് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുമ്പോഴോ
വാഹനം മേടിക്കുമ്പോൾ അതിലൊരു സ്റ്റിക്കർ ഒട്ടിക്കും, അതായത് ദൈവത്തിൻ്റെതാണ്, ഈ സ്റ്റിക്കറിൻ്റെ ഉടമസ്ഥൻ്റെതാണ് ഇത് എന്നുള്ളത്. വീട് മേടിക്കുമ്പോൾ അവിടെ ഒരു ബൈബിൾ കൊണ്ടുവെക്കും. ബൈബിൾ ചിലർ വളരെ വിശുദ്ധമായിട്ട് എല്ലാവരും കയറി വരുന്ന ഭാഗത്ത് തന്നെ വളരെയധികം ഇതായിട്ട് ആ ബൈബിളോടെ തുറന്നു വെച്ചേക്കുന്നല്ലാതെ ഒരു മനുഷ്യനതിനകത്ത് നോക്കത്തില്ല, അവിടെ വെച്ചേക്കും. അപ്പം വേദപുസ്തകത്തോട് ഉള്ള ആ ഒരു പുസ്തകത്തോടുള്ള റെസ്പെക്റ്റ് ആണോ അതോ ദൈവവചനത്തോടുള്ള റെസ്പെക്റ്റ് ആണോ, ഏതാണ് അവിടെ കാണുന്നത്? പുസ്തകത്തോടാണ് അവിടെ പലപ്പോഴും റെസ്പെക്റ്റ് വരുന്നത്. എന്നാൽ അതല്ല, നമ്മുടെ ഭവനങ്ങൾ ദൈവവചനം കൊണ്ട് നിറയുക എന്ന് പറയുമ്പം ബൈബിൾ എന്ന് പറയുന്ന കുറേ ബൈബിൾ ലൈബ്രറി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. അത് വെറും ബുക്കുകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭവനങ്ങളിൽ നിറയണം. ബൈബിൾ എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോഴും രണ്ടാണ്, അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിബ്ലിയോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന്, ബിബ്ലിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറയുന്നതാണ് ബൈബിൾ. ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ അർത്ഥം സെറ്റ് ഓഫ് ബുക്സ്. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകക്കൂട്ടം, കുറേ പുസ്തകങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ ഒരു ലൈബ്രറി എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു ലൈബ്രറി കൊണ്ട് വീട്ടിൽ വെക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. പക്ഷേ നമ്മൾ ഈ തിരുവചനത്തിൽ ഇതിലെന്താണ് നമ്മൾ കാണുന്നത്? ഇതിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വചനം. ദൈവവചനം കൊണ്ട് വീടുകളെ നിറയ്ക്കുക എന്ന് പറയുന്നത് ദൈവവചനം എവിടുന്ന് വന്നാണ്? ഗോഡ് സ്പോക്കൺ വേർഡ്സ്. ദൈവം സംസാരിച്ച വചനം അല്ലെങ്കിൽ വചനം തന്നെയാണ് യേശു ക്രിസ്തു. ഭവനത്തിൽ നമ്മൾ നിറയ്ക്കേണ്ടത് പുസ്തകങ്ങൾ കൊണ്ടല്ല, യേശുവിനെ പറ്റി പറയുന്ന പുസ്തകങ്ങൾ കൊണ്ടുമല്ല. ഭവനത്തെ നിറയ്ക്കേണ്ടത് യേശുവിൻ്റെ വാക്കുകൾ കൊണ്ട്, യേശുവിനെ കൊണ്ട്, ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ ഭവനത്തെ നിറയ്ക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലല്ല, നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തോ കട്ടിലിൻ്റെ അടിയിലോ തലയണയ്ക്കടിയിലോ ഒക്കെ ബൈബിൾ വെച്ചാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ബൈബിളിന് തീർച്ചയായിട്ടും അതിൻ്റേതായ ശക്തിയുണ്ട്, ഞാൻ അതല്ല പറയുന്നത്. എന്നാൽ ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ തലയണയുടെ കീഴിലോ പേടി കിട്ടാതിരിക്കാനോ സ്വപ്നം കണ്ട ചാടി എഴുന്നേറ്റ് 91 സങ്കീർത്തനം വായിക്കാനോ അതിനല്ല ബൈബിൾ. നമ്മുടെ ഭവനങ്ങൾ നിറയേണ്ടത് തിരുവചനം കൊണ്ടാണ് നിറയേണ്ടത്, പുസ്തകങ്ങൾ കൊണ്ടല്ല. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ പുസ്തകങ്ങൾ കൊണ്ടല്ല, തിരുവചനം കൊണ്ട് തന്നെ നിറയട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 4:9-10. മതി. ഡ്യൂട്രോണമി ചാപ്റ്റർ 4 9-10 9-10 ഓക്കെ, അതാണ് നമ്മൾ വായിച്ചത്. ആ വാക്യത്തിൽ നിന്ന് ഒത്തിരി നമുക്ക് സംസാരിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് ആ വാക്യത്തിൽ. നമുക്ക് 1-2 കാര്യങ്ങൾ മാത്രം അതിനകത്തൊന്ന് നമുക്ക് കാണാം. അവിടെ പറയുകയാണ്, മോശയോട് പറയുകയാണ്, നീ മറക്കാതെ നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. ആദ്യം ദൈവവചനം കേൾക്കുന്ന ആള് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ തന്നെ കാത്തുകൊള്ളണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ തന്നെ കാത്തുകൊള്ളണമെന്നാണ് പറയുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം തന്നെ നമുക്ക് വേദപുസ്തകത്തിൽ പലയിടത്തും കാണാം. ഞാൻ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം 119 സങ്കീർത്തനം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഈ വാക്കെന്നോട് ചേർന്ന് പറയണം. സോളാ സ്ക്രിപ്ചറ, ലാറ്റിൻ വേർഡാണ്. എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ അലോൺ, ദൈവവചനം മാത്രം എന്നുള്ളതാണ് അതിനർത്ഥം. ആമേൻ. സോളാ സ്ക്രിപ്ചറ എല്ലാവരും ഓർത്തിരിക്കണം. അപ്പം നമ്മൾ സോളാ സ്ക്രിപ്ചറായിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതായത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്നത്. നമുക്ക് പാരമ്പര്യമില്ല, നമുക്ക് പിതാക്കന്മാർ എഴുതി വെച്ച നിയമാവലികളൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ വേറെ ആർക്കെങ്കിലും കിട്ടിയ പ്രത്യേക എനിക്കിപ്പോൾ ദൈവാത്മാവ് തന്ന ഒരു വെളിപ്പാടാണെന്ന് പറയുന്ന അങ്ങനത്തെ വെളിപ്പാടുകളൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ദൈവവചനം മാത്രം. ചിലർ പറയാറുണ്ട് എനിക്കിപ്പോൾ ഒരു വെളിപ്പാട് കിട്ടി, എല്ലാവരും ഉച്ചയും കുത്തി നിൽക്കണമെന്ന്. അങ്ങനത്തെ വെളിപ്പാടുകൾ നമ്മൾ വിശ്വസിക്കുന്നില്ല. ശശി തരൂർ ഒരിക്കൽ തൃശ്ശൂർ ഒരു മീറ്റിംഗ് നടത്തിയ സമയത്ത് ശശി തരൂർ പറഞ്ഞു, അമേരിക്കക്കാർ ദേശീയഗാനം പാടുമ്പോൾ എല്ലാവരും നെഞ്ചത്ത് കൈവച്ച പാടുന്നത്, അതുകൊണ്ട് നമുക്കും നെഞ്ചത്ത് കൈവച്ച് പാടാമെന്ന് പറഞ്ഞ് ആ ഒരു മീറ്റിങ്ങിൽ ശശി തരൂരിന് പ്രത്യേക ഒരു റെവലേഷൻ ഉണ്ടായി. അവിടെ എന്തൊരു കേസായെന്നറിയാമോ? അത് വലിയ പ്രശ്നമായി. ഇന്ത്യക്കാർ ദേശീയഗാനം പാടുന്നത് എങ്ങനെയാ? അറ്റൻഷൻ, 2 കൈയും താഴെ ഇട്ടിട്ടാണ് ഇന്ത്യക്കാർ പാടുന്നത്. അപ്പോൾ ശശി തരൂർ പറഞ്ഞു അമേരിക്കക്കാർ ചെയ്യുന്ന രീതി അനുസരിച്ച് നെഞ്ചത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഇന്ത്യൻ നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് പ്രത്യേക ഒരു റെവലേഷൻ ആർക്കെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയാൽ അത് നിയമത്തിന് വിരുദ്ധമാണ്. ഒരുപക്ഷെ അന്നേരം ആരും എതിർത്ത് പറയത്തില്ലായിരിക്കാം, എതിർത്ത് പറഞ്ഞില്ലെങ്കിലും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ഒരിക്കലും ഏത് വലിയ റെവലേഷൻ കൊണ്ടുവന്നാലും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് ദൈവവചനം മാത്രമാണ് നമ്മൾ അംഗീകരിക്കുന്നത്. 119 സങ്കീർത്തനം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വായിക്കണം. മുഴുവൻ വായിച്ചാലും ഓരോ പാരഗ്രാഫ് വീതം വായിച്ചാലും മതി. അതിനകത്ത് പറയുന്ന ഒരു ഭക്തൻ എത്രത്തോളം ദൈവവചനത്തിൽ ആശ്രയിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ കേൾക്കേണ്ടത് ദൈവവചനമാണ്. ഇവിടെ മോശയോട് പറയുകയാണ്, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ സൂക്ഷിച്ചു. അതുകൊണ്ട് ദൈവവചനം അതിനടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകാൻ ജാഗ്രതയോടെ നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. എല്ലാവരും ജാഗ്രതയോടെ സൂക്ഷിക്കുന്നവരായിരിക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും അതായിരിക്കണം. എന്നിട്ട് പിന്നെ അടുത്ത കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അത് ഉപദേശിക്കണം.
അപ്പം ദൈവവചനം നമ്മൾ മക്കളോട് ഉപദേശിക്കണം. പക്ഷെ ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളിൽ മക്കളോട് ഉപദേശിക്കുന്നത് പലയിടത്തും ദൈവവചനമല്ല. പിന്നെന്താണ് ഉപദേശിക്കുന്നത്? നീ ആരാകണം. ഇതാണ് പലയിടത്തും മക്കളോട് ഉപദേശിക്കുന്നത്. അവസാനം വലിയ പരാജയമുണ്ടാകും. നമ്മൾ മക്കളെ ഉപദേശിക്കേണ്ടത് ദൈവവചനമാണ്. എന്നിട്ട് താഴെ പറയുന്ന ഒരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കാം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അപ്പം തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, മോശയ്ക്ക് മുമ്പ് ഒരിക്കലുണ്ടായ ഒരു വലിയ അനുഭവം ഉണ്ട്. എന്താണ്? ഹോരേബിൽ മോശ കണ്ട മുൾപ്പടർപ്പ്, ഇല്ലയോ? അവിടെ മുൾപ്പടർപ്പ് ഇങ്ങനെ തീ കത്തുകയാണ്. തീ കത്തി. അപ്പം ഒരു അശരീരി ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ ചെരുപ്പ് ഊരാൻ പറഞ്ഞു. അവിടെ മുൾപ്പടർപ്പ് കത്തിപ്പോയൊന്നുമില്ല. അവിടെ അത് വലിയൊരു അനുഭവമായിരുന്നു. മോശ ദൈവത്തെ മുഖാമുഖം കാണുന്ന ഒരു അനുഭവമായിരുന്നു, ഇല്ലയോ? ഭയങ്കരമായ ഒരു തീവ്രമായ അനുഭവമായിരുന്നു. എന്നിട്ട് ദൈവം പ്രത്യേകം മോശയോട് പറയണു, ഹോരേബിൽ വെച്ച് നിനക്കുണ്ടായ ആത്മീയ അനുഭവം നീ തന്നെ ഹൃദയത്തിൽ വെച്ചാൽ പോരാ, അത് നിന്റെ മക്കളോട് പറയണമെന്നാണ് പറയുന്നത്. മക്കളോട് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? അവർ ടീനേജ് ആയിട്ടൊക്കെ പറയാനിരിക്കണ്ട, അവരാരും കേൾക്കുകയില്ല ഇതൊന്നും. ടീനേജിന് മുമ്പ് വേണം ഇതൊക്കെ പറഞ്ഞ് മക്കളെ അങ്ങോട്ട് ദൈവവചനത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കണം. അങ്ങോട്ട് ആമേൻ. മാതാപിതാക്കളുടെ ജോലിയാണ് ഇത്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയോ സ്കൂളിലോ ഏൽപ്പിക്കരുത്. പലർക്കും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ പോലും വേണ്ട. ഇതാരെ ഏൽപ്പിക്കരുത്? ഇത് ദൈവവചനം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അങ്ങോട്ട് പതിയട്ടെ. പ്രത്യേകിച്ച് ഇവിടെ പതിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടെ, ഒരു ഉദാഹരണം കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതായത് ഹോരേബിൽ വെച്ച് നിനക്കുണ്ടായ അനുഭവം. നീ എങ്ങനെ രക്ഷിക്കപ്പെട്ടു, നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു നിൻ്റെ മക്കളോട് പറയണം. കാരണം ഈ രണ്ടാം തലമുറ ദൈവമക്കൾ, മൂന്നാം തലമുറ ദൈവമക്കളെന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ? അവരെല്ലാം തല്ലിപ്പൊളികളും പിഴച്ചവരുമാണെന്ന് പറയത്തില്ലയോ? എന്നാലും അതുകൊണ്ട് ഈ അച്ഛന്മാരുടെ ഉപദേശിമാരുടെ മക്കളൊക്കെ വെറും തരികടകളാണെന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ഇത് തരികടകളാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവർക്കുണ്ടായ ആ ദൈവിക അനുഭവം മക്കളോട് പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇവർ വിചാരിച്ചു കൊച്ചു പിള്ളേരല്ലേ, കുറച്ചുകൂടെ വളർന്നിട്ട് കേൾക്കാം. വളർന്നിട്ട് ഇവർ കേൾക്കുകയില്ല. വളർന്നിട്ട് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ ചെറുപ്പത്തിൽ തന്നെ അവരോട് പറയണം. ചെറുപ്പത്തിൽ തന്നെ ദൈവവചനം അവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രിന്റ് ചെയ്യണം. അങ്ങോട്ട് വേറെ ഒന്നും ഈ കുട്ടിച്ചാത്തന്മാരെയും കാട്ടാളന്മാരെയും കാർട്ടൂണിനെ ഒന്നും പ്രിന്റ് ചെയ്യരുത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ. ആമേൻ. ഇതല്ല പ്രിന്റ് ചെയ്യേണ്ടത്. അടി, പിടി, കത്തിക്കുത്ത്, വെട്ട്, ഇടി. പിന്നെ ഇപ്പോഴത്തെ ഈ സീരിയലുകൾ, ഞാനങ്ങനെ സീരിയലൊന്നും കണ്ടിട്ടില്ല, എന്നാലും ഇതിനകത്ത് പറയുന്നത് സീരിയലുകളിലൊക്കെ നല്ല എന്തോ പറയുന്നത് വിവാഹമോചനം, പിന്നെ കുടുംബഛിദ്രം, ഇതൊക്കെയല്ലേ സീരിയലുകൾ കൂടുതൽ പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അപ്പന്മാരെല്ലാം കൂടെ കൂട്ടിരുന്ന് കരയുന്നത്. ഇതൊന്നും അല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ എന്തിനാണ് പിള്ളേരോട് കുടുംബഛിദ്രത്തെ പറ്റി പറയുന്നത്? ഒരു ഭർത്താവിന് 2 ഭാര്യമാർ, രഹസ്യത്തിൽ ഒരാൾ, പരസ്യത്തിൽ ഒരാൾ. അത് സീരിയലിൽ ഇങ്ങനെ എല്ലാവരും കൂടെ കണ്ടുകൊണ്ടിരുന്നു. അയ്യോ ഇത് അറിയുമോ, ഒറിജിനൽ ഭാര്യ ഇത് അറിയുമോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത്? ദൈവം മോശയോട് പറഞ്ഞു ഇത് കൊടുക്കാനല്ല പറഞ്ഞു. അന്നും നല്ല നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതല്ല കൊടുക്കേണ്ടത്. നമ്മൾ ദൈവത്തെ എങ്ങനെ കണ്ടെത്തി അത് പിള്ളേരോട് പറ. അപ്പോൾ ആ പിള്ളേർക്ക് മനസ്സിലാകും, ഓക്കെ എൻ്റെ അപ്പൻ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യനാണ്, ആ ദൈവത്തെ എനിക്കും വേണമെന്ന് പിള്ളേർക്ക് മനസ്സിലാകും. അല്ല നമ്മളിവർ 25 വയസ്സായിട്ട് തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ അവരൊന്നും ദൈവത്തെ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിന് പോയി. അവിടെ പാസ്റ്റർ എം എ വർഗീസ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അതായത് നമ്മൾ ഈ പിള്ളേരോട്, ഈ ടീനേജ് പിള്ളേർ പലപ്പോഴും അനുസരിക്കാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? മാതാപിതാക്കൾക്കുള്ളതിനേക്കാളും വലിയ അറിവ് അവർക്കുണ്ട്. അത് മാതാപിതാക്കൾ അംഗീകരിക്കുകയില്ല. മാതാപിതാക്കളെക്കാളും ഒത്തിരി അറിവ് അവർക്കുണ്ട്. മാതാപിതാക്കൾക്കുള്ള അറിവെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിൽ നിന്നുള്ള അറിവാണ്. എന്നാൽ പിള്ളേർക്ക് ഈ കമ്പ്യൂട്ടറും ടിവിയും ഇതെല്ലാം കൂടെ അവരുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുക അറിവ് കൊണ്ട്. അന്നേരം ആ അറിവിൻ്റെ അടുക്കലോട്ടാണ് മാതാപിതാക്കൾ പറയാം, നീ മാതാപിതാക്കളെ അനുസരിക്കണം, നീ ടീച്ചേഴ്സിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്പേസ് ഇല്ല ഹൃദയത്തിൽ. ഹൃദയം ഓൾറെഡി നിറഞ്ഞിരിക്കുക. ഇനി പിന്നെ നമ്മൾ ഈ സതുപദേശങ്ങളൊക്കെ കൊടുത്താൽ നിറയാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ശൂന്യമായിട്ട് കുറച്ച് സ്ഥലം ഇട്ടേക്കണം എപ്പോഴും ഉപദേശങ്ങൾ കയറാൻ വേണ്ടി. ഓക്കെ, പിള്ളേർക്കൊക്കെ ഭയങ്കര അറിവാണ്. ഈ ഒരു 5ാം ക്ലാസ്സിലും 5 വയസ്സ് 6 വയസ്സുള്ള പിള്ളേരൊക്കെ മൊബൈലിൽ എടുത്ത് പരിപാടികൾ കാണിക്കുന്ന കാണുകയാണ്. പ്രായമുള്ളവർ ഞെട്ടിപ്പോവും. 5 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഭയങ്കര അറിവില്ലയോ? അപ്പോൾ ഈ 5 വയസ്സുള്ള പിള്ളേരാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഓർക്കണം, ഒരു 30-40 വയസ്സുള്ള പലരും സ്ട്രഗിൾ ചെയ്യുകയാണ്. അവരെ കൊണ്ട് കഴിയാത്ത കാര്യമാണ് ഈ 5 വയസ്സുള്ള പിള്ളേർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തലയിലോട്ടാണ് നമ്മൾ ഈ സതുപദേശങ്ങൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് കയറുകയില്ല. അത് കയറണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ സതുപദേശങ്ങൾ അവരുടെ ഹൃദയത്തിൽ ചെന്നിരിക്കണം. അങ്ങനെ നമ്മുടെയൊക്കെ പ്രായമായവരുടെ ഹൃദയത്തിൽ ആദ്യമേ തന്നെ സതുപദേശങ്ങൾ കയറിയത് കൊണ്ടാണ് ഈ മൊബൈലും ഇൻ്റർനെറ്റും ഒന്നും നമ്മുടെ തല കയറാത്തത്. നമ്മളൊക്കെ മാതാപിതാക്കളും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചെന്താ? നീ മിടുക്കനായിരിക്കണം, നീ മാതാപിതാക്കളെ അനുസരിക്കണം, നീ പ്രാർത്ഥിക്കണം, നീ ബൈബിൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ അത് കേട്ട് 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 ഹൃദയം അങ്ങ് നിറഞ്ഞു. പിന്നെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും വരുന്നുണ്ടെങ്കിൽ അത് കയറാൻ സ്ഥലമില്ല. അങ്ങനെ പരീക്ഷയ്ക്ക് തോറ്റു, ഇൻ്റർനെറ്റ് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഉപയോഗിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വരണം വീട്ടിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ.
സോ അതുകൊണ്ട് ഞാനത് തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അതിനകത്ത് നല്ല സെൻസ് മാത്രം എടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ വലിയ കാര്യങ്ങളൊന്നും അല്ല. ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിച്ചു, ഐൻസ്റ്റീൻ E=mc² കണ്ടുപിടിച്ചു. ഇതൊക്കെ പിള്ളേർ പഠിച്ചോളൂ, സ്കൂളിൽ പഠിച്ചോളൂ. ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിള്ളേരുടെ മനസ്സിലോട്ട് ദൈവവചനം കയറട്ടെ. 1. 2, നമ്മൾ ദൈവത്തെ പറ്റി എന്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ, അത് അവരുടെ ഹൃദയത്തിലോട്ട് കയറട്ടെ. മാതാപിതാക്കൾ ആദ്യം ദൈവത്തെ പേഴ്സണലി അറിഞ്ഞവരായിരിക്കണം, എന്നാൽ മാത്രമേ ഇത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അനേക ഇടങ്ങളിൽ മാതാപിതാക്കൾക്ക് ദൈവവുമായിട്ടൊരു പേഴ്സണൽ ഇടപാടില്ല, വ്യക്തിപരമായ ഇടപാടില്ല. ദൈവത്തെ പേടിച്ച് സ്തോത്രം ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ ദൈവം എന്നെ അടിക്കുമോ എന്നുള്ള പേടിയില്ല. അങ്ങനല്ല, ദൈവത്തെ നമ്മൾ എൻജോയ് ചെയ്യുന്നവരായിരിക്കണം. ആ എൻജോയ്മെൻറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ അവർ ദൈവത്തെ അറിയും. ഇവിടെ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും ഇത് ഉപദേശിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഉദാഹരണം പറയാണ്, ഹോരേബിൽ വെച്ച് നിനക്കുണ്ടായ അനുഭവം. അതായത് ദൈവം മോശയോട് സംസാരിക്കുന്ന അനുഭവം, അല്ലെങ്കിൽ മോശ രക്ഷിക്കപ്പെട്ടതെന്നോ, അല്ലെങ്കിൽ മോശയെ ദൈവം അഭിഷേകം ചെയ്തെന്നോ, അല്ലെങ്കിൽ മോശയെ ദൈവം വിളിച്ചു വേർതിരിച്ചെന്നോ പറയുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. നമുക്കെല്ലാവർക്കും അതുപോലൊരു സാഹചര്യമുണ്ട്. എവിടെയോ വെച്ച്, ഒരിടത്ത് വെച്ച് നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചു എന്ന് പറയാം. അത് നമ്മളെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം. ചില മാതാപിതാക്കൾ പറയാനുണ്ട്, അവനെ ഞാൻ പഠിക്കാൻ വിട്ടുവെന്നേ ഉള്ളൂ, അവളെ ഞാൻ പഠിക്കാൻ വിട്ടുവെന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് നിറവേറേണ്ടത്, പഠിച്ചോട്ടെ, പക്ഷേ സുവിശേഷ വേലയ്ക്ക് പോകുന്നതിനാണ് എനിക്ക് താല്പര്യം, ദൈവപൈതലായി ജീവിക്കുന്നതാണ് എനിക്ക് താല്പര്യം എന്ന് ചിലർ പറയാറുണ്ട്. കാരണം അവർക്ക് അത്ര ഒരു പ്രത്യാശയുണ്ട് മക്കൾ ആത്മീയരായി മാറണമെന്ന്. ഞാനൊരു കാര്യം കൂടെ ഇതിനോട് ചേർന്ന് പറയാം. മക്കൾ ആത്മീയതയിൽ നിൽക്കുന്നതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ നേട്ടം. അതിൽ കൂടിയ നേട്ടമൊന്നും മാതാപിതാക്കൾക്കുണ്ടാകാനില്ല. ഒരുപക്ഷെ നമുക്ക് പണവും പ്രശസ്തിയും പ്രതാപവും ഒക്കെ ഉണ്ടായിരിക്കാം, എന്നാലും ദൈവത്തെ വിളിക്കുന്ന ഒരു ഭവനത്തിൽ ആയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ മക്കളോ ദൈവത്തെ വിളിക്കുന്ന അവരാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും, അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും മക്കളെ ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് പറയുന്നത്. മക്കളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ജോലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 2 ഭാഗമായിരിക്കും. 1 മാതാപിതാക്കളുടെ ജോലി, അല്ലെങ്കിൽ കുടുംബനാഥൻ, അമ്മ, അപ്പൻ, അവരുടെ ജോലി. 2 സഹോദരങ്ങൾ തമ്മിലുള്ള കാര്യം. ഇതിൽ ഒന്നാമത്തേതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, മാതാപിതാക്കളുടെ ജോലി. ടെൽ യുവർ ചിൽഡ്രൻ ദാറ്റ് യു ലവ് ജീസസ്. യേശുവിനെ എങ്ങനെ നിങ്ങൾ കണ്ടെത്തി എന്നുള്ളത് മക്കളോട് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് മക്കൾക്ക് കൊടുക്കാവുന്നതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് ജീസസ്. യേശുവിനെയാണ് മക്കൾക്ക് കൊടുക്കാവുന്നത്. വളർന്നിട്ട് അവൻ തന്നെ യേശുവിനെ കണ്ടുപിടിച്ചോട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾ പലരും യേശുദാസ് പാടിയതുപോലെ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്ന് പറയേണ്ട സിറ്റുവേഷനിലേക്ക് വരും, ഇല്ലയോ? അതുകൊണ്ട് മക്കളാരും ഈശ്വരനെ തേടി അലയാൻ ഇടവരരുത്. മക്കളെല്ലാവരും ഈശ്വരനെ കൊണ്ട് തന്നെ വളരട്ടെ എന്ന് പറയുന്നൊരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. മാതാപിതാക്കളുടെ ജോലിയാണ്. ഒരു വീട്ടിലെ സാഹചര്യമാണ് ഒരാളുടെ ഏറ്റവും വലിയ ഗുരു. ആ സാഹചര്യത്തിൽ വളരുമ്പോൾ ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസ്നേഹത്തിൽ വളരുവാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്, ഇപ്പോൾ പുതിയൊരു ട്രെൻഡ്, ഫോറിൻ ലാംഗ്വേജസ് പഠിപ്പിച്ചോ, കുഴപ്പമില്ല. സ്പാനിഷ്, പിന്നെ ജർമ്മൻ, ഫ്രഞ്ച്, ഗ്രീക്ക്, ഹീബ്രു ഒന്നും പഠിക്കില്ല, ബൈബിൾ വായിച്ച് പോവില്ലയോ. ലാറ്റിൻ, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. വേറെ ചില മാതാപിതാക്കൾക്ക് ഭയങ്കര കൺസേണാണ്, പിള്ളേർ അങ്ങോട്ട് ഇംഗ്ലീഷ് പറയുന്നില്ലല്ലോ എന്ന് പറയുന്നത്. ഇംഗ്ലീഷൊക്കെ പിള്ളേർ പഠിച്ചോട്ടെ, പഠിക്കണം, ഇതൊക്കെ ആവശ്യമാണ്. ഇംഗ്ലീഷും ഫ്രഞ്ചും ഒന്നും അല്ല ദൈവമക്കളെ കാര്യം, ദൈവവചനമാണ് കാര്യം. ഇതൊക്കെ കണ്ടേച്ച ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഒന്നും അല്ല കാര്യം. പലരും പറയാറുണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഇംഗ്ലീഷ് ചർച്ചിലോട്ട് വിട്ടു. എന്തിനാ? ഇംഗ്ലീഷ് പഠിക്കട്ടെ. ഇംഗ്ലീഷ് ചർച്ചിൽ പോയി ആരാ ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഞാൻ റാന്നിന്ന് തിരുവല്ല വരെ ഇംഗ്ലീഷ് ചർച്ച് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. ഒരു വാക്ക് ഞാൻ പഠിച്ചില്ല. 1 വർഷം പോയി അവിടെ ഇംഗ്ലീഷ് വർഷിപ്പും കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഒരു വാക്ക് ഞാൻ പഠിച്ചില്ല. ഇംഗ്ലീഷ് സ്കോളേഴ്സായിരുന്നു അവിടെ പ്രസംഗിക്കുന്നതൊക്കെ. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത് ഇംഗ്ലീഷ് പഠിക്കാനൊന്നും അല്ല, ആരാധനയ്ക്ക് പോകുന്നത് ദൈവത്തെ ആരാധിക്കാനല്ല, അല്ല ഇംഗ്ലീഷ് പഠിക്കാനൊന്നും അല്ല. ആരും ഇംഗ്ലീഷ് ചർച്ചിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോകരുത്. അവിടെ നല്ല ദൈവവചനം ഉണ്ടെങ്കിൽ അവിടെ പോകണം, നല്ല ആരാധന ഉണ്ടെങ്കിൽ അവിടെ പോകണം. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആരും അങ്ങോട്ട് പോകണമെന്ന് ഞാൻ അഭിപ്രായപ്പെടത്തില്ല. കാരണം ഞാൻ അങ്ങനെ പോയി വിഡ്ഢിയായ ആളാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും വലിയ കൺസേൺ ഒന്നും അല്ല. ആരും അതോർത്ത് വിഷമിക്കണ്ട. എൻ്റെ മക്കളൊന്നും അത്ര ഗ്രാമറുള്ള ഇംഗ്ലീഷ് പറയുന്നില്ലല്ലോ, ഡോണ്ട് വറി. ലോകത്തുള്ള ഏതൊരു IT കമ്പനി ചെന്നാലും മലയാളി പിള്ളേർ അവിടെ എല്ലാം ജോലി ചെയ്യുന്നത്. ഇവന്മാർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തുമില്ല. മലയാളികൾ ഇംഗ്ലീഷ് പറയാൻ ഭയങ്കര പൂറാന്നല്ലോ. എന്നാൽ കേരളത്തിന് പുറത്ത് പഠിച്ച മലയാളികൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരിക്കും. ഈ കേരളത്തിൽ പഠിച്ചവർക്കൊന്നും അത്ര ഇംഗ്ലീഷ് അറിയത്തില്ല. കേരളത്തിലുള്ള പിള്ളേരൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ തോറ്റുപോകുന്നു. അതുകൊണ്ട് എന്നാൽ എവിടെങ്കിലും ചെന്ന് നോക്ക്, അവിടെ എല്ലാം മലയാളികളാണ് ഉള്ളത്. ഇനി സുവിശേഷ പ്രവർത്തനം മാത്രം എടുത്തു നോക്കാം, അവിടെ ഉള്ളത് ആരാണ്?
മലയാളികളാണ്. ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിക്കാനുള്ള വലിയ ദൗത്യം ദൈവം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? മലയാളികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് അറിയത്തില്ലെന്നൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഇംഗ്ലീഷൊക്കെ നമ്മൾ പഠിച്ചോളും. നമുക്ക് പിള്ളേർക്ക് കൊടുക്കേണ്ടത് ദൈവവചനമാണ്. കാരണം ഇംഗ്ലീഷ് വളർന്നിട്ടും പഠിക്കാം, എന്നാൽ ദൈവവചനമോ നടക്കില്ല. അതുകൊണ്ട് സൺഡേ സ്കൂള് പ്രത്യേകിച്ച് വീട്ടിലെ സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷല്ല, ദൈവവചനം തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1:5 വായിച്ചാട്ടെ. ഇവിടെ പറയുന്നത് തിമോത്തിയെ പറ്റി പറയുന്നത്. തിമോത്തി എന്ന് പറയുന്ന പൗലോസിൻ്റെ ശിഷ്യൻ, അല്ലെങ്കിൽ പൗലോസിന് ശേഷം ഏറ്റവും അധികം സുവിശേഷ പ്രചരണത്തിൽ വേദപുസ്തകത്തിൻ്റെ സമയത്ത് 1-ാം നൂറ്റാണ്ടിൽ ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് തിമോത്തിയോസ് എന്ന് പറയുന്നത്. കൊച്ചു പയ്യനായിട്ട് പൗലോസിൻ്റെ കൂടെ ഇങ്ങനെ സുവിശേഷ പ്രവർത്തനത്തിന് കൂടിയതാണ്. പൗലോസ് അവനെ സ്വന്തം മോനെ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പുത്രൻ, നിജപുത്രൻ എന്നൊക്കെ വിളിക്കുന്നത് തിമോത്തിയോസിനെയാണ്. അപ്പം തിമോത്തിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി ഇവിടെ പറയുന്നത് അതിൻ്റെ 2 തിമോത്തി 1:5 അതിനകത്ത് പറയുന്നത് ആ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിനക്ക് മാത്രമല്ല നിൻ്റെ അമ്മയിലും നിൻ്റെ വല്യമ്മയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത്. അമ്മ മകൾക്ക് ദൈവവചനം കൊടുത്തു, മകൾ മകന് ദൈവവചനം കൊടുത്തു. എത്ര നല്ലൊരു എക്സാമ്പിളാണെന്ന് പറയുന്നത്. തിമോത്തിയോസിനെ ദൈവം വളരെ ശക്തമായിട്ട് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവൻ്റെ അമ്മയും അവൻ്റെ വല്യമ്മയും അവന് പകർന്നു കൊടുത്ത ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ അങ്ങനെ ഒരു ആത്മീയനായി മാറിയത്. ചിലർക്ക് പെട്ടെന്ന് രക്ഷിക്കപ്പെടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും, അതായത് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ രക്ഷിക്കപ്പെടുന്നു. പല ആളുകളും രക്ഷിക്കപ്പെട്ടവരുടെ മക്കളായിട്ട് രക്ഷിക്കപ്പെടാത്തവരായിട്ട് ജീവിച്ചു വരികയാണ്. അവൻ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ മക്കൾക്ക് ദൈവവചനം കൊടുക്കണം. ഇനി മറ്റൊരു കാര്യം, 1 കൊരിന്ത്യർ ലേഖനം 16:19 നമുക്ക് കാണാൻ കഴിയും. അവിടെ കുടുംബമായിട്ട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ വീടുകളൊക്കെ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ തുറക്കണം. വായിച്ചാട്ടെ. ഈ അക്കുലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും ഭവനത്തിൽ വെച്ചൊരു വർഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അവിടെ വെച്ചൊരു ആരാധന നടക്കുന്നുണ്ടായിരുന്നു. ആ ഭവനത്തിലുള്ള എല്ലാവരും നമ്മളെ ഗ്രീറ്റ് ചെയ്യുകയാണ്. നമ്മളെ കേട്ടോ, കൊരിന്ത്യ സഭ മാത്രമല്ല, നമ്മളെ കൂടെ ഗ്രീറ്റ് ചെയ്യുകയാണ്. അപ്പം ഭവനത്തിൽ ആരാധനകൾ നടക്കട്ടെ. ഭവനത്തിൽ ആരാധന നടക്കുമ്പോൾ പിള്ളേർ അത് കണ്ട് കേട്ട് വളരും. ഭവനത്തിൽ ആരാധനകൾ നടത്തേണ്ടത് ആരാണ്? പിള്ളേരല്ല. കുടുംബ പ്രാർത്ഥന മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനോട് ചേർന്ന് സഭാ സംബന്ധമായ പ്രാർത്ഥനകളെ പറ്റിയും കൂടെ ഞാൻ പറയുകയാണ്. ഭവനത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് ഭവനത്തിലുള്ളവർ മറ്റു പ്രാർത്ഥനകൾക്ക് പോവുകയും കൂടെ വേണം കേട്ടോ. അല്ലാതെ എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് പോരെ എന്ന് പറഞ്ഞിരിക്കരുത്. വയ്യാത്തവരോ രോഗത്താൽ ഭാരപ്പെടുന്നവരോ ഒക്കെ വീടുകളിലേക്ക് വരാം. എന്നാൽ മറ്റുള്ളവരും കൂടെ പോവുകയും കൂടെ ചെയ്തിട്ട് എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കണം. അതിന് ആഹാരം വേണ്ട, അതിന് പണച്ചെലവില്ല, ഒന്നുമില്ല. കുറച്ച് പേര് വീട്ടിലോട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരു ചെലവുമില്ല. വീടുകൾ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ തുറക്കണം. ദൈവമക്കൾ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വീടുകളെ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീടുകളിൽ ദൈവമക്കൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അക്കുലാവും പ്രിസ്കില്ലയും അവരുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ വീട്ടിലൊരു കൂട്ടായ്മ നടക്കുന്നുണ്ടായിരുന്നു. അത് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീടുകളിൽ തീർച്ചയായിട്ടും മംഗലാപുരത്ത് വീടുകളിൽ പ്രാർത്ഥന നടത്തുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒത്തിരി ശബ്ദമൊന്നും എടുക്കാൻ പറ്റത്തില്ല. ശബ്ദം എടുക്കാൻ നമ്മളെല്ലാം ട്രെയിൻഡാണ്. ശബ്ദം ഇല്ലാതെ പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. ശബ്ദം ഉള്ളിടത്ത് ശബ്ദം എടുക്കാൻ പറ്റുന്നിടത്ത് ശബ്ദത്തിലും അല്ലാത്തടത്തിൽ വളരെ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. ഭവനങ്ങളിൽ പ്രാർത്ഥനകൾ നടക്കട്ടെ. അത് നമ്മുടെ മക്കൾക്ക് പ്രയോജനമാണ്. ഭവനങ്ങളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ മക്കളെ ക്രിക്കറ്റ് കളിക്കാൻ വിടരുത്. മക്കളും അവിടെ ഇരുന്ന് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കട്ടെ. അത് അനുഗ്രഹമാണ്. ഒരുപക്ഷെ നമ്മൾ പറയുന്ന പ്രായമുള്ളവരുടെ ഭാഷയൊന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും സാരമില്ല. ദൈവവചനമല്ലേ പറയുന്നേ. ചേട്ടാ, ഇവർ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ എന്തോ വേണമെങ്കിലും കൊടുത്തു അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യും. ദൈവവചനം മാത്രം കയറുകയല്ല. അതെന്നെ കയറാത്തത്? എനിക്കതാ ഈ മനസ്സിലാകാത്തത്. ഒരു വാക്യം പറഞ്ഞു കൊടുത്താൽ പഠിക്കാൻ യേശു കണ്ണുനീര് വാർത്തു, യേശു കണ്ണുനീര് 500 പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും പിള്ളേരുടെ തലയിലോട്ട് കയറുകയില്ല. ഈ എം എ വർഗീസ് പറഞ്ഞത് ഒരു ഇതുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് കാണാതെ പഠിച്ച വാക്യം. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണി ഭയങ്കരമാണ് കേട്ടോ. ഫാസ്റ്റർ എം എ വർഗീസിൻ്റെ അപ്പനും അമ്മയും ഇറക്കി വിട്ടിട്ട് തൊഴുത്തിൽ ഈ പശുവിനെ കെട്ടുന്ന തൊഴുത്തിൽ കിടന്ന്, അവർ വലിയ നിലവും കണ്ടവും കൃഷിയും ഒക്കെ ഉള്ളവരാണ്. തൊഴുത്തിൽ കിടന്നോളാൻ പറഞ്ഞു. അവിടുത്തെ നിലത്ത് ജോലി ചെയ്യുന്ന കൃഷിക്കാർക്ക് കിടക്കാനുള്ള വേറെ വീടുണ്ട്. അവിടെ പോലും കിടത്തിയില്ല, നിലത്ത് കിടന്നു. ആഹാരം ഇല്ല. ആഹാരം ഉണ്ടെന്ന് പറഞ്ഞാൽ മാവേന്ന് മാങ്ങായോ വല്ലതും മേളിൽ നിന്ന് പറഞ്ഞ് താഴെ വീണാൽ അത് തിന്നാം, അല്ലാതെ ഒന്നും എടുക്കാൻ അവകാശമില്ല. 1 വർഷം അങ്ങനെ ജീവിച്ചു. ദൈവം അയാളെ ഉയർത്തി. എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെന്നപ്പം സ്കൂളിലെ സാറ് പറഞ്ഞു, 11ാമത്തെ വയസ്സിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, നീ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ നിന്നെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുന്നു പറഞ്ഞു. ഒന്നും പറയാതെ വീട്ടിൽ വന്നു. വീടല്ല കാലിത്തൊഴുത്തിൽ വന്നു. പിന്നെ അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് 1 വർഷം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. 1 വർഷം പോകാതിരുന്നപ്പോൾ 1956 അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നു. അന്ന് വന്ന ഏതോ ഒരു MLA-യോ മന്ത്രിയോ സംഭവം എം എ വർഗീസിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടെന്ന് അറിഞ്ഞു. അതിന് അവർ പ്രത്യേക EMS നമ്പൂതിരിപ്പാട് പ്രത്യേക ഒരു അന്വേഷണ കമ്മീഷനെ അയച്ചു.
ഇവിടെ ഒരു ചെറുക്കനെ പറഞ്ഞു വിട്ടതിൻ്റെ കാരണം എന്താണ്? അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കറിയത്തില്ല, എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്നാനപ്പെട്ടു, എന്നോട് ഇനി വരണ്ടെന്ന് പറഞ്ഞു. അത്രേ അറിയത്തുള്ളൂ. സ്കൂളിൽ അന്വേഷണം ചെന്നു, അവിടുത്തെ ഹെഡ് മാസ്റ്ററിനെയും അവിടുത്തെ ക്ലാസ് ടീച്ചറെയും പറഞ്ഞു വിട്ടു. ഇവനെ തിരിച്ചെടുത്തു. ഹോ, പ്രൈസ് ദ ലോർഡ്. അതാണ് വിശ്വാസത്തിന് വേണ്ടി 11ാമത്തെ വയസ്സിൽ പിള്ളേർക്ക് നിൽക്കാൻ പറ്റുമോ? ശരിക്കും ചലഞ്ചിങ് ആണ്. ശരിക്കും വെല്ലുവിളി ഉയർത്തി കളഞ്ഞു 11ാമത്തെ വയസ്സിൽ. അവൻ 11ാമത്തെ വയസ്സിനോടകം പല പ്രാവശ്യം വേദോസ്തം വായിച്ചു കഴിഞ്ഞ അയാൾ 11 വയസ്സ് മർത്തോമക്കാരാ, പല പ്രാവശ്യം വേദോസ്തം വായിച്ചു കഴിഞ്ഞു. മർത്തോമക്കാരായിട്ടുള്ള ആരെങ്കിലും നമ്മുടെയൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ സമയത്ത് വേദോസ്തം ഒന്നും മർത്തോമക്കാരുടെ വീടുകൾ വായിക്കാറേ ഇല്ല, ഇല്ലയോ? അവിടെയൊക്കെ വേദോസ്തം ഇങ്ങനെ വെച്ചേക്കുകയാണ്, വായിക്കാറേ ഇല്ല. നമ്മളെല്ലാം കൾപ്രിറ്റ്സ് ആണ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ. അപ്പം 11ാമത്തെ വയസ്സിൽ വേദോസ്തം പല പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. സ്നാനപ്പെടണമെന്നുള്ള കാര്യം കണ്ടു. വേദോസ്തവത്തിൽ സ്നാനപ്പെടണം, സ്നാനത്തെപ്പറ്റി ചെന്ന് അച്ഛനോട് ചോദിച്ചിട്ട് പറഞ്ഞു അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ വേറൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു. ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ അതുപോലെ അംഗീകരിക്കേണ്ട, വേർഡ് ടു വേർഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. വേർഡ് ടു വേർഡ് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള സാഹചര്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇന്ന് ഇതേ ടീച്ചിങ് പെന്തക്കോസ്തുകാരുടെ ഇടയിലും ഉണ്ട്. വെരി സാഡ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ കളഞ്ഞേക്കാൻ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ദൈവജനം ഫുള്ള് കവർ ടു കവർ നമുക്കുള്ളതാണ്, അല്ല അതിനകത്ത് കളയാനൊന്നുമില്ല. അപ്പോൾ പാസ്റ്റർ മെമ്മറീസ് കേട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കുക. ആ ഒരു മനുഷ്യനെ പറ്റി കേട്ടിട്ടുള്ളത് എല്ലാവരും കേട്ടിട്ടില്ല. ബാംഗ്ലൂരിലെ 16,000 വിശ്വാസികളുള്ള ചർച്ചിൻ്റെ പാസ്റ്ററാണ്. 16,000. സോ എന്നിട്ട് അച്ഛൻ പറഞ്ഞു അത് സാരമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം വഴി കിടന്ന് നടന്നപ്പോൾ ഒരു ഉപദേശം അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. ആ ഉപദേശിയോട് ചെന്ന് ബൈബിൾ പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു വേദോസ്തവത്തിൽ ഈ സ്നാനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി എന്തോ പറയുന്നതെന്ന്. ഉപദേശി ക്ലാസ് എടുത്തു. ആ ഉപദേശി തന്നെ സ്നാനപ്പെട്ടു. അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആരാധനയ്ക്ക് പോകുന്നതിന് വീട്ടുകാർക്ക് കുഴപ്പമില്ല, പക്ഷെ മർത്തോമപ്പള്ളിയിലും പോകണം. മർത്തോമപ്പള്ളി ചെന്നപ്പോൾ അതിനകത്ത് കണ്ടു പുരുഷന്മാർ തലയിൽ തുണി ഇടരുത് എന്ന് കണ്ടു. ബിഷപ്പിന് തുണിയുണ്ട്. ചോദിച്ചു എന്തുകൊണ്ട് ബിഷപ്പ് തലയിൽ തുണി ഇടുന്നു, വേദോസ്തവത്തിൽ ഇടരുതെന്ന് പറയുന്നു. ചോദിച്ചു, എക്സ്പ്ലനേഷൻ ഇല്ല. ഇനി ഞാൻ ഈ പള്ളി കയറത്തില്ലെന്ന് പറഞ്ഞു. ബിഷപ്പ് തലേന്ന് തുണി എടുക്കാതെ ഇനി പള്ളി കയറത്തില്ലെന്ന്. ഇതുവരെയും ബിഷപ്പ് തലേന്ന് തുണി എടുത്തിട്ടില്ല, കയറത്തില്ലെന്ന് പറഞ്ഞു. കയറിയിട്ടില്ല, ഇതുവരെ കയറിയിട്ടില്ല. ഒരു കല്യാണത്തിന് പോലും അയാൾ കയറുകയില്ല, അതാ രസം. പിന്നീട് അവർ കസിൻസിൻ്റെ ഒക്കെ കല്യാണമൊക്കെ നടന്നു, സ്വന്തം അനിയൻ്റെ ഒക്കെ കല്യാണം നടന്നപ്പോഴൊക്കെ മർത്തോമപ്പള്ളിയില്ല. പുള്ളി അതിനകത്തൊന്നും കയറുകയില്ല, പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. കാരണം ബിഷപ്പിൻ്റെ തലേന്ന് തുണി എടുക്കാതെ പുള്ളി കയറുകയില്ല, അതാ പറഞ്ഞത്. ഒരു വർഷത്തെ പഠിത്തം നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് വലിയ ഉന്നതമായ വിദ്യാഭ്യാസം ഉള്ളവനാക്കി മാറ്റി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ടെസ്റ്റിമണി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉറപ്പിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി ഒരു വില കൊടുത്തവരെ ദൈവം തീർച്ചയായിട്ടും മാനിക്കും. ശമൂവേൽ ബാലന് കിടക്കാൻ വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ശമൂവേൽ ബാലനെ അമ്മ കൊണ്ട് കിടത്തിയത് പള്ളിയിലാണ് കിടത്തിയത്. അവൻ പള്ളിയിലാണ് കിടന്നത്. ഒരു പുരോഹിതൻ, പ്രായമായി ഏലി പുരോഹിതൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രായമായി നരച്ച താടിയുള്ള ഒരു മനുഷ്യൻ, അയാൾ ഈ വെറും അപരിഷ്കൃതനായ ഒരു മനുഷ്യനായിരിക്കണം ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടം വെച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ. ശമൂവേലിൻ്റെ ഒരു പരിപാടി ഈ പ്രായമുള്ള മനുഷ്യൻ്റെ അടുക്ക് നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. അങ്ങനെ ആ പ്രായമുള്ള പുരോഹിതൻ്റെ കൂടെ വളർന്നു വന്ന ശമൂവേലാണ് പിന്നീട് അവിടുത്തെ വലിയ പുരോഹിതനായിട്ട് മാറിയത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിനു വേണ്ടി ചെറിയ പ്രായത്തിലെ ചില കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ ആരും അത് കളയരുത്. ദൈവം നമുക്ക് വേണ്ടി വലിയത് കരുതും. ദൈവം നമ്മളെ ദൈവം നമുക്ക് വലിയ ഭാവി ഒരുക്കും. ഞാനിത് പറഞ്ഞത് ബൈബിളിൽ നിന്ന് മാത്രമല്ല പറഞ്ഞത്, ബൈബിളിലെ ഉദാഹരണങ്ങൾ കണ്ടു. ദൈവം ബൈബിളിൽ മാത്രമല്ല ഇന്നും അത് ചെയ്യുന്നവനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബൈബിൾ പണ്ഡിതനാണ് ബ്രദർ സാക് പുന്നൻ. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ബൈബിൾ വേദപുസ്തകം മുഴുവനൊക്കെ കാണാപ്പാടം അറിയാം. ബോംബെയിലെ വിവിധ തെരുവീതികളിൽ കൂടെ ഒരു മൈക്കും പിടിച്ച് ദൈവം അവരെ മാനിച്ചത് കുറച്ചൊന്നുമല്ല. ഡോക്ടർ കെ പി യോഹന്നാൻ ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ മനുഷ്യനാണ് കെ പി യോഹന്നാൻ. എന്തുമായിക്കോട്ടെ, പലർക്കും അയാളെപ്പറ്റി നെഗറ്റീവായിട്ട് പലതും പറയാൻ കഴിയും, ബിഷപ്പായി എന്നൊക്കെ പറയാൻ കാണും. എന്തുമാകട്ടെ, 16-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിപ്പോയതാണ് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി. സാധാരണ വില്ലേജിൽ നിന്ന് ഒന്നുമില്ലാത്തവനായിട്ട് ഇറങ്ങിപ്പോയതാണ്. വലിയ ഡോക്ടറേറ്റും PhD ഒക്കെ കിട്ടി ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ കൂട്ടത്തിൽ ഒരാളായി വലിയ സംഘടന നടത്തുന്ന ഒരു വലിയ സുവിശേഷ പ്രവർത്തകനായി. ഞാൻ ഇന്നും ചില സമയത്ത് യൂട്യൂബിലുള്ള കെ പി യോഹന്നാൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ആത്മീയ വർധനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അതുപോലെ സ്പിരിറ്റ് ഫിൽഡ് മെസ്സേജസ് യൂട്യൂബിൽ ഉണ്ട്. ഓക്കെ, ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ഈ OM-ൽ ഒരു സമയത്ത് ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ ഒരു സമയത്ത് പ്രവർത്തിച്ചിരുന്ന സുവിശേഷന്മാർ എല്ലാം 16-ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ്. നമ്മുടെ ന്യൂ ലൈഫിൻ്റെ സീനിയർ പാസ്റ്റർ VM സാമുവലിൻ്റെ ഭാര്യ സോമി, അതുപോലെ തന്നെ ഇവരൊക്കെ അങ്ങനെ 16-ാമത്തെ വയസ്സിൽ വീട് വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോയത്. അവരൊക്കെ ദൈവം എത്ര ഉന്നതമായ നിലയിലാണ് മാനിച്ചതെന്ന് ഓർക്കണം. 16-ാമത്തെ വയസ്സിൽ നമ്മുടെ ഒരു മകൻ വളർന്നു വരുമ്പോൾ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്? ഇത് ഞാനൊക്കെ പഠിച്ച സമയത്ത് സയൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. ഈ ആർക്കും വേണ്ടത് ആർട്സ് ഗ്രൂപ്പ്, ഇന്നും ആർക്കും വേണ്ട. പിന്നെ കൊമേഴ്സിന് കുറച്ചുകൂടെ പ്രാധാന്യം കൂടി. നമ്മുടെ മനസ്സ് 16-ാമത്തെ വയസ്സിൽ 15-ാമത്തെ വയസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല പാസ്റ്ററെ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം എല്ലാത്തിനും വഴി തുറക്കും. എല്ലാവരും ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വഴി തുറക്കും. സോ നമ്മൾ വിചാരപ്പെടുന്നത്
ഈ നമ്മൾ വിചാരപ്പെടുന്നത് ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അതല്ല, നല്ല അംശം തിരഞ്ഞെടുക്കുന്നത്. മാർത്ത ആ വീട്ടിൽ യേശു വന്നപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ച് ജോലി ചെയ്യുകയായിരുന്നു. മാർത്ത എന്തോ ജോലിയാണ് ചെയ്തിരുന്നത്? മാർത്ത അടുക്കളയിലെ ജോലി ചെയ്തിരുന്നത്. ഒരു പക്ഷെ നല്ല ഫുഡ് ഉണ്ടാക്കിയായിരിക്കും, ബിരിയാണിയോ എന്തോന്ന് വെച്ചാൽ നല്ല ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. ആ സമയത്ത് മാർത്ത നല്ല ഫുഡ് ഉണ്ടാക്കി മറിയ യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്ന് കേട്ടു. ഞാൻ പറയട്ടെ, മാർത്ത ചെയ്ത തെറ്റെന്താണ്? മാർത്ത ആർക്കു വേണ്ടി ഫുഡ് ഉണ്ടാക്കി? യേശുവിന് വേണ്ടി, അല്ലെങ്കിൽ ആ വീട്ടിൽ വന്നിരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി മാർത്ത ഫുഡ് ഉണ്ടാക്കി. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? മാർത്തേ, നീ പല കാര്യങ്ങൾ കൊണ്ട് വിചാരപ്പെട്ടിരിക്കുകയാണ്, മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മറിയ യേശുവിൻ്റെ അടുക്കൽ വന്നതാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. അല്ല വലിയ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതോ ഒന്നും അല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാൽപാദത്തിൽ വന്നിരുന്ന് ദൈവവചനം കേൾക്കുന്നതാണ്. ദൈവമക്കളെ, നമ്മൾ ചിലപ്പോൾ സയൻറ്റിസ്റ്റ് ആകുമായിരിക്കാം, നമ്മൾ ചിലപ്പം വലിയ വലിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അതുപോലുള്ള പദവികളിലേക്ക് നമ്മൾ വരുമായിരിക്കാം. എന്നാൽ ദൈവം നമ്മളെ നോക്കി പറയുന്നത് നല്ല അംശം തിരഞ്ഞെടുത്ത ആള് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നവരെയാണ് ദൈവം അങ്ങനെ നോക്കി പറയുന്നത്. ഞാൻ പറഞ്ഞത് ആരും പഠിക്കുകയൊന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ പൊക്കോ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുകയും നമ്മുടെ വീടുകളിൽ അവർക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുകയും വേണം. എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ആഗ്രഹം എൻ്റെ മകൻ, എൻ്റെ മകൾ ഒരു ദൈവ പൈതലായി തീരണമെന്നുള്ളതായിരിക്കും. ഈ കാലത്ത് മക്കൾക്ക് വീട് പണിയുന്ന സമയത്ത് കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് വീട് പണിയാറുണ്ട്. അതായത് അവരുടെ മുറിയിൽ ഒത്തിരി കാർട്ടൂണൊക്കെ വരച്ച് വെക്കുക. ഇതൊക്കെ ഇപ്പോൾ 4-5 വയസ്സുള്ള പിള്ളേരുണ്ടെങ്കിൽ അവിടെ കാർട്ടൂണൊക്കെ, അപ്പോൾ ഈ കാർട്ടൂണൊക്കെ ഒത്തിരി ചിലവാണ് വരയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഈ 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ കാർട്ടൂണല്ല, വേറെ കാർട്ടൂണാണ് വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു, ഈ വീട് ഡിസൈൻ ചെയ്യുന്നവർ ഇങ്ങനെ പറയാറുണ്ട്, കൊച്ചു പിള്ളേരുള്ള വീടുകളിലൊക്കെ. അപ്പം നമ്മൾ അത് പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം. എന്നാൽ പിള്ളേരുടെ സന്തോഷം, പിള്ളേർക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്, അത് ദൈവവചനം. അതവർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അത് മാതാപിതാക്കളുടെ അനുഭവത്തിൽ കണ്ട ദൈവത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് അവർക്കത് ഇഷ്ടമാകുന്നത്. ഉപദേശിയുടെ അനുഭവത്തിൽ കണ്ട ദൈവത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല. സഭയിലെ പ്രായമുള്ളവരുടെ അനുഭവത്തിൽ കണ്ട ദൈവത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ മാതാപിതാക്കളുടെ ദൈവത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഞാനൊരിക്കൽ ഒരു ഉപദേശിയുടെ മോൻ വെറും തരികടയാണ്. ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ, ഞാൻ കുറച്ച് സുവിശേഷമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ആരുടെയും പ്രസംഗം കേൾക്കത്തില്ല, എനിക്ക് ആരും പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ ഫാദർ പ്രസംഗിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം അവൻ ആ ഫാദറിനെ എത്രത്തോളം, ഒരു തരികട ചെറുക്കനാന്ന് പറഞ്ഞാൽ ആ ഫാദറിന് അവനിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവവചനം നന്നായിട്ട് പ്രസംഗിക്കുക മാത്രമല്ല, ദൈവവചനം പാലിക്കുന്നവരായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. പലപ്പോഴും ഈ ടി വിയോടൊക്കെ ഗുഡ് ബൈ പറയാൻ മാതാപിതാക്കൾക്ക് കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ടി വിയോട് ഗുഡ് ബൈ പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ടി വി വരുന്ന പരിപാടികളോട് പലതിനോട് ഗുഡ് ബൈ പറയണം. പറഞ്ഞേ പറ്റൂ. പറയാൻ മാതാപിതാക്കൾക്ക് കഴിയാത്തത് എന്താണെന്നറിയാമോ? അവരുടെ ഇൻട്രസ്റ്റ് ആദ്യം. പിള്ളേർ നശിച്ചു പോവുമോ, പിള്ളേർ രാക്ഷസന്മാരെ കാണുമോ, എന്തോ വേണമെങ്കിലും ചെയ്തോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല, എനിക്കിത് കാണണം എന്നുള്ള ഒരു ഫീലിംഗ് വരുമ്പോഴാണ് പ്രശ്നം. മാതാപിതാക്കൾ വേണം ആദ്യം മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ. മാതാപിതാക്കളുടെ പല ഇൻട്രസ്റ്റും മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം. മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പല ഇൻട്രസ്റ്റും നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തിരിച്ചു തരും. മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുപോലെ ഇത് ചലഞ്ചാകട്ടെ. ഞാൻ 2 കൂട്ടരോടുമാണ് പറഞ്ഞത്, മാതാപിതാക്കളോടും പറഞ്ഞു, കുഞ്ഞുങ്ങളോടും പറഞ്ഞു. കുഞ്ഞുങ്ങളാരും ദൈവവചനം വായിക്കുമ്പോൾ ബോറടിക്കുന്നെങ്കിലും സാരമില്ല, എങ്ങനെങ്കിലും വായിച്ചാലേ പറ്റൂ. ദൈവവചനം വായിക്കുന്നതിനെ മാറ്റിവെക്കുകയോ പ്രാർത്ഥിക്കുന്നതിനെ മാറ്റിവെക്കുകയോ ചെയ്യുന്നവരാകരുത് കുഞ്ഞുങ്ങൾ. 10 വയസ്സുള്ള കൊച്ചൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ പപ്പായെ അനുഗ്രഹിക്കണേ, മമ്മി അനുഗ്രഹിക്കണേ, പിന്നെ ചേട്ടനെ അനുഗ്രഹിക്കണേ, ചേച്ചി അനുഗ്രഹിക്കണേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇതല്ല 10 വയസ്സുള്ള പിള്ളേർ പ്രാർത്ഥിക്കേണ്ടത്. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് അന്നമോള് പ്രാർത്ഥിച്ചു, പപ്പായെ അനുഗ്രഹിക്കണേ, മമ്മിയെ അനുഗ്രഹിക്കണേ, അമ്മച്ചിയെ അനുഗ്രഹിക്കണേ, പുനലൂരമ്മച്ചിയെ അനുഗ്രഹിക്കണേ. 2.5 വയസ്സേ ഉള്ളൂ. ഇന്നലെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 10 വയസ്സും 15 വയസ്സും ഉള്ളവർ പോലും ഇങ്ങനെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. സോ സാഡ് ഇറ്റ് ഈസ്. നമ്മൾ എന്തുകൊണ്ടാണ് അവരെ പ്രാർത്ഥിക്കാൻ അവരെ പ്രചോദിപ്പിക്കാത്തത്? അവർ പ്രാർത്ഥിക്കാൻ നല്ലപോലെ പഠിക്കണം. ഏതെങ്കിലും ലാംഗ്വേജ് ആയിക്കോട്ടെ, എന്ത് ഭാഷയും ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവർ നല്ല ഫ്ലുവൻ്റായിട്ട് ദൈവത്തോട് ഈ അപ്പനെ അനുഗ്രഹിക്കണേ, മമ്മിയെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയൊന്നുമല്ല, അതൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ പഠിപ്പിക്കുക അവരെ. എന്നിട്ട് അവർ ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരിട്ട് സംസാരിക്കുക ദൈവത്തോട്. അങ്ങനെ നമ്മൾ ദൈവത്തോട് എത്രത്തോളം സംസാരിക്കുന്നോ അതേ ഫീലിങ്ങോടുകൂടി ദൈവത്തോട് സംസാരിക്കാൻ മക്കൾ പഠിച്ചിരിക്കണം. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ, എന്നാലും ഞാനങ്ങ് പറയുകയാണ്. പ്രായമുള്ളവർ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കാണും.
അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുകയെങ്കിലും ചെയ്താൽ മതി. ആമേൻ. അതുകൊണ്ട് മക്കള് പ്രാർത്ഥിക്കാൻ പഠിക്കുകയല്ല, പ്രാർത്ഥനയുടെ ആ ഒരു സ്വീറ്റ്നെസ്സിലേക്ക് വരണം, അതിലേക്ക് അവരെ കൊണ്ടുവരണം. 20 വയസ്സായി പ്രാർത്ഥിക്ക്. നമ്മുടെ വീട്ടിൽ പല പിള്ളേരും രാത്രി കിടക്കാൻ വരത്തില്ല. എന്നാന്നറിയോ? കിടക്കാൻ വന്ന ഒരു ശിക്ഷയുണ്ട് എല്ലാവർക്കും, പ്രാർത്ഥിക്കാൻ പറയും. സന്ധ്യയാകുമ്പോൾ എല്ലാവരും ഓടും. സന്ധ്യയാകുമ്പോൾ പിള്ളേർ സെറ്റ് എല്ലാം ഓടും വീട്ടിൽ നിന്ന്. അപ്പം അത് എന്നാന്ന് നമ്മൾ വർത്താനമൊക്കെ പറയുന്നത് ഭയങ്കര എന്തും പറയും. അതാണ് നമുക്ക് പാട്ട് പാടാൻ സമയം വരുമ്പോഴത്തേക്ക് കുനിഞ്ഞിരിക്കാൻ തുടങ്ങും. വേദോസ്തവം വായിക്കുമ്പോൾ പിന്നെ ഇച്ചിരി വല്ലതും വായിക്കും. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പിന്നെ ഈ സൗണ്ട് എന്ന് പറയുന്നൊരു പരിപാടിയേ ഇല്ല. പിന്നെ സൗണ്ട് ഇല്ല, പ്രാർത്ഥനയ്ക്ക് സൗണ്ട് ഇല്ല. പിന്നെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം, കഴിഞ്ഞോ ആമേനാകുന്ന തല പൊക്കും. ആമേൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവരോട് രാഷ്ട്രീയം ചോദിക്കുക, സച്ചിൻ തെണ്ടുൽക്കറെ പറ്റി ചോദിക്കുക, പറയാൻ 100 നാവുകളുണ്ട്. ഞാൻ പറയുന്നത് 4 വയസ്സോ 10 വയസ്സോ ഉള്ളവരെ പറ്റിയല്ല, ഞാൻ പറയുന്നത് 10-20 വയസ്സുള്ള നല്ല യൗവനക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സമരത്തിനിറങ്ങാൻ കഴിവുള്ളവർ, സിന്ദാബാ വിളിക്കാൻ കഴിവുള്ളവർ, വീട്ടുകാരോട് വഴക്കുണ്ടാക്കാൻ കഴിവുള്ളവർ, എന്തിനും കഴിവുണ്ട്. പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, വാ ഇല്ല. വൈ ഇസ് മൈ ക്വസ്റ്റ്യൻ. പ്രായമുള്ളവരോട് ഞാൻ പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർ പിള്ളേരും അല്ല ദൈവത്തെ ഇങ്ങനെ വലിയ ബുദ്ധിജീവികളെ പോലെ നിൽക്കുന്ന കാണാം. നമ്മൾ എന്തുകൊണ്ട് കൈയെടുത്ത് വായെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നില്ല? നമുക്കൊരു കൺവെൻഷന് പോയാൽ ഒരു പക്ഷേ അങ്ങനെ വലിയ ശബ്ദം എടുക്കാൻ പറ്റില്ല. കാരണം കൺവെൻഷനൊക്കെ വരുന്നവരെല്ലാം പല നമുക്ക് ഒരു ചെറിയ നാണമൊക്കെ തോന്നിയേക്കാം ചിലർക്ക്. ഞാൻ അതിനൊന്നും കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ആരാധന ഹോള് വരുമ്പോൾ നമ്മൾ എന്തിനാണ് വരുന്നത്? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനോ? നമ്മളിവിടെ വരുന്നത് എന്തിനാണ്? ദൈവത്തെ ആരാധിക്കാനാണ് വരുന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് ഞാൻ പറയുന്ന, ഞാനല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, പറയുന്ന സമയത്ത് വളരെ ആലോചന നിമഗ്നരായിട്ട് നിന്നാൽ, when are we going to praise God? നമ്മൾ എന്നാ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നത്? നമ്മൾ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മക്കൾ ദൈവത്തെ സ്തുതിക്കുന്നത്? ആമേൻ. നമ്മൾ മറ്റാരെ സ്തുതിക്കുന്നില്ലായിരിക്കാം, ഒന്നുമില്ലായിരിക്കും, എന്നാലും നമുക്ക് ക്ഷീണമോ സ്റ്റെപ്പൊക്കെ കയറി വന്നൊരു സ്തോത്രം, വളരെ കഷ്ടപ്പെട്ട് ബോർഡിൽ ഈ പാട്ടൊക്കെ വരാൻ യേശുവോട് ചേർത്തിരിപ്പത് ഇങ്ങനെയൊക്കെ പാടിയൊക്കെ സംഭവം 1 മണിക്കൂർ തീർക്കുമെന്നല്ലാതെ നോ, ദാറ്റ് ഇസ് നോട്ട് വാട്ട് വി ആർ സപ്പോസ് ടു ഡു. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. നമ്മളങ്ങ് ഒന്നും ഇനിയിപ്പോൾ ആരാധിക്കാൻ ഒരു മൂടും കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെ പറ്റിയൊക്കെ ഓർത്താൽ മതി, കൊച്ചുമക്കളെ പറ്റിയൊക്കെ ഓർത്ത്. അവർ ദൈവത്തെ സ്തുതിച്ചില്ലേ എനിക്ക് എന്തൊരു വിഷമമായിരിക്കും എന്നോർത്ത് നമ്മളങ്ങ് സ്തുതിച്ചാൽ മതി. സ്തോത്രം. എൻ്റെ കൊച്ചുങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ചുമ്മാതെ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി അടുത്തിരിക്കുന്ന ആളിനെ തോണ്ടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് മോശമായിരിക്കും. അപ്പം ഞാൻ അവൻ്റെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് നിൽക്കണം. സ്തോത്രം. ആമേൻ. അങ്ങനത്തെ ഒരു ഫീലിംഗ് എങ്കിലും നമുക്കുണ്ടാകട്ടെ. മിനിമം കനിഷ്ഠപക്ഷ അത്രയെങ്കിലും ഉണ്ടാകട്ടെ. നമ്മൾ വായിച്ച വാക്യങ്ങൾ ഒരു കാര്യമേ നമ്മളിന്ന് ചിന്തിച്ചുള്ളൂ, ഒരു കാര്യത്തിന് നമുക്ക് സമയം കിട്ടിയുള്ളൂ. അവിടെ നമ്മൾ പറഞ്ഞത് ദൈവവചനം മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നവരായിരിക്കണം. 1, മക്കൾക്കും മക്കളുടെ മക്കൾക്കും കൊടുക്കുന്നവരായിരിക്കണം. ആവർത്തന പുസ്തകം 4, 9, 10 കണ്ടു. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1:5 നമ്മളൊരു ഉദാഹരണമാണ് കണ്ടത്. അതെന്താണെന്ന് ചോദിച്ചാൽ, തിമോത്തിയോസ് അവന് സുവിശേഷം കിട്ടിയത് അവൻ്റെ അമ്മയിൽ നിന്നും അവൻ്റെ വല്യമ്മയിൽ നിന്നും ആണ് എന്നുള്ളൊരു ഉദാഹരണമാണ് നമ്മളവിടെ കണ്ടത്. മറ്റൊരു വാക്യം നമ്മൾ വായിച്ചു, 1 കൊരിന്ത്യർ 16:19 നമ്മൾ വായിച്ചത്, അക്വിലാവിൻ്റെയും പ്രസ്കില്ലയുടെയും ഭവനത്തിൽ ഒരു ആരാധന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഭവനങ്ങളിലും ചില പ്രാർത്ഥനകൾ നടക്കട്ടെ. ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ചില ആളുകൾ നമുക്ക് കത്തെഴുതി പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ നടന്ന ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചതുകൊണ്ട് ഞാൻ ആത്മീയമായിട്ട് വളർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ വീട് തുറന്നിട്ടത് കൊണ്ട് ചിലർക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു, ചിലർക്ക് ദൈവവചനം പഠിക്കാൻ കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് ചിലരെ ഞാൻ വിളിച്ചു, അവർക്ക് ഞാൻ ഒരു നേരത്തെ ആഹാരം കൊടുത്തു. എന്നിട്ട് സഭയിൽ നിന്ന് ആരെങ്കിലും അറിവുള്ള ഒരാളെ വിളിച്ചിട്ട് ഞാൻ അല്പസമയം ദൈവവചനം അവരോട് പങ്കുവെച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ആമേൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ രക്ഷിക്കപ്പെടാത്തവർ കടന്നു വരികയും നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുകയും നമ്മൾ അവരെ സെർവ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ആമേൻ. രക്ഷിക്കപ്പെടാത്തവർ വിളിക്കണം, അവരെ വിളിക്കണം, നമ്മുടെ സ്നേഹം അവർക്ക് പങ്കുവയ്ക്കണം. അവർക്ക് ചില ട്രാക്റ്റൊക്കെ കൊടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചിലർക്ക് ഒരു ബൈബിളൊക്കെ കൊടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ ചിന്തിക്കാനുണ്ട്, അത് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. കുടുംബത്തിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വാക്യം കൂടെ ഉണ്ട്. ഏതായാലും ഈ മാസം തീരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീരും. അതുകൊണ്ട് ഈ മാസം മുഴുവൻ ഇതുപോലെയുള്ള പ്രായോഗികമായ കാര്യങ്ങളായിരിക്കും വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത്.